അതായത് കഴിഞ്ഞ ഡിസംബറിൽ 2023 ഡിസംബർ 3-നാണെന്നാണ് എന്റെ ഓർമ്മ. 4 മണിക്കൂർ, വെറും 4 മണിക്കൂർ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മുടെ തിരുപ്പതി മോഡൽ ക്യൂ ഒന്ന് ട്രൈ ചെയ്തു. സമാനമായ ഒരുപാട് കാര്യങ്ങൾ ട്രൈ നോക്കിയിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഓൺ ഗ്രൗണ്ട് പലപ്പോഴും ചെല്ലുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ പലതും മനസ്സിലാകും. അവിടെയാണ് നമുക്ക് ഒരു എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനം അല്ലാതെ നമുക്ക് മറ്റൊരു സമീപനം പോസിബിൾ അല്ല. അതായത് ശബരിമല ഒരുപാട് ലോങ് സ്റ്റാൻഡിംഗ് ആയ പ്രശ്നമാണ്. ദേവസ്വം ബോർഡും വനം വകുപ്പും ഏത് പാർട്ടി ഭരിച്ചാലും, കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും നാളെ BJP ഭരിച്ചാലും ഇവർ തമ്മിലുള്ള ഒരു തർക്കവും കാര്യങ്ങളും. അപ്പൊ അയ്യപ്പൻ ദേവസ്വത്തിന്റെ മാത്രം ദൈവമല്ല, വനത്തിന്റെയും ദൈവവും സഹ്യാദ്രിയുടെ ദൈവവുമാണ്. വനത്തിൽ ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള വികസനം എന്ന വാക്കുപോലും ഞാൻ പറയില്ല, സൗകര്യം ഒരിക്കലും കൂടി നമുക്ക് ആവശ്യമാണ്. അതായത് കാനനം കൂടി വേണം. അയ്യപ്പൻ കാനനത്തിന്റെ ദൈവമാണ്, മൃഗങ്ങളുടെയും കൂടെ ദൈവമാണ്. ഒരു ബാലൻസ് കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് ഒരുപാട് കാലമായിട്ട് ദേവസ്വം ബോർഡ് വനം വകുപ്പിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ കുറച്ചുകൂടെ വനത്തിന്റെ സ്ഥലങ്ങൾ, എന്നാൽ മാത്രമേ ഒരു പ്രോസസ് ഓഫ് ഹാർമണൈസിങ് ഉണ്ടാകും. ഡെവലപ്പ് എന്തോ പറഞ്ഞു ഞാൻ പറയുന്നില്ല, ഹാർമണൈസിങ് ഉണ്ടാവും. അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടി അതിൽ ഉണ്ടെന്ന് നമ്മൾ മറക്കരുത്. അപ്പൊ ഇങ്ങനെ കുറെ കോംപ്ലക്സ് വിഷയങ്ങളുണ്ട്. ഞങ്ങൾ മകരവിളക്ക് നമ്മുടെ മലയരന്മാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഒരുപാട് നടത്തി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സമീപത്താണ് കേസ്. അപ്പൊ അതും നമ്മുടെ വനം വകുപ്പ് പലപ്പോഴും പറയുന്നത് അത് പുലികൾക്കും കടുവകൾക്കും മേറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്, പൊന്നമ്പലമേട് പോലുള്ള സ്ഥലങ്ങളിൽ. അപ്പൊ ഈ വനം വകുപ്പ് കുറച്ചുകൂടെ കനിവ് കാണിക്കണം, ഭക്തരെ കൂടി അക്കോമഡേറ്റ് ചെയ്യണം. അതിന് ഒരു നല്ല ഏകോപനം വേണം. 2, വ്യത്യസ്ത സംസ്ഥാനങ്ങൾ ഒരുപാട് ഫണ്ട് തരാൻ തയ്യാറാണ്. ഞാനത് വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. തമിഴ്നാടും തെലുങ്ക് അല്ലെങ്കിൽ പണ്ടത്തെ ആന്ധ്രയും ഇപ്പോഴത്തെ തെലുങ്കാനയും അടക്കം ശബരിമലയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാണ്. അപ്പൊ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടി നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ കഴിയണം. അത് മറ്റൊരർത്ഥത്തിലല്ല, കാര്യം അവർക്ക് അത്രമാത്രം ഭക്തിയുണ്ട്. നമ്മൾ മലയാളികളും ഭക്തരാണ്, പക്ഷെ നമ്മളെക്കാട്ടി കുറച്ചുകൂടെ ഇത്തരം കാര്യങ്ങൾ കുറെ കൂടെ കാര്യമായി നോക്കിപ്പോകുന്ന, നേരത്തെ ശ്രീ അനിൽ ബോസ് പറഞ്ഞതുപോലെ തമിഴന്മാരും തെലുങ്കന്മാരും ഒക്കെയാണ്. നമുക്ക് പലപ്പോഴും ശ്രീനിവാസൻ പറയുന്ന പോലെ പാർട്ട് ടൈം ഭക്തി ഒക്കെയാണ്. പക്ഷെ വളരെ സീരിയസ് ആയി തന്നെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി എടുക്കുകയും തിരുപ്പതി ബാലാജിക്കും അയ്യപ്പനും ഒക്കെ അവരുടെ ബിസിനസിന്റെ ഒരു ഷെയർ കൊണ്ടിടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെയും കൂടെ കുറച്ച് നമ്മുടെ ബോർഡിലൊക്കെ ഇട്ട് നേരത്തെ മീറ്റിംഗ് ഒക്കെ വന്നാൽ ഈ വികസനത്തിനും അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഫണ്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പലപ്പോഴും കഴിയും. അപ്പൊ ഇങ്ങനെ ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യണം. ബാക്കിയുള്ള ആൾക്കാരെയും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇന്ന് ശബരിമലയിൽ ഏകദേശം 12 മുതൽ 16 രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ, നമ്മുടെ G. സുധാകരൻ സാർ ദേവസ്വം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹം ഒരു കണക്കെടുക്കുകയും ചെയ്തു. ദി ഹിന്ദുവിലൊക്കെ അത് വന്നിട്ടുണ്ട്. ഏകദേശം 11,000 കോടി രൂപയാണ് ഓവറോൾ നമ്മുടെ എക്കോണമിയിലേക്ക് ശബരിമല തീർത്ഥാടനം കൊണ്ടുവരുന്നത്. അതായത് ഒരാൾ ഒരു 2,000 രൂപ വെച്ച് മുടക്കിയാൽ തന്നെ ഏകദേശം 11,000 കോടി രൂപയിലേക്ക് നമ്മുടെ എക്കോണമിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ സമയം, ധനം, നമ്മുടെ ഊർജ്ജം ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ തിരുപ്പതിയും ഞാൻ സ്ഥിരം പോകുന്ന ഒരു സ്ഥലമാണ്. തിരുപ്പതിയെ പോലെ അല്ലെങ്കിൽ വൈഷ്ണോദേവിയെ പോലെ അല്ലെങ്കിൽ വത്തിക്കാനെ പോലെ അല്ലെങ്കിൽ മെക്കയെ പോലെ ലോകത്തിൽ കുറെ കൂടെ ബെറ്റർ മാനേജ്ഡ് പിൽഗ്രിം സെന്റർ, എല്ലാ പിൽഗ്രിം സെന്ററും ഒരേപോലെ പവിത്രമാണ്, ദൈവികമാണ്, പക്ഷെ കുറ്റൂരിന്റെ ബെറ്റർ മാനേജ്ഡ് ആവും. ഒരു കാര്യം കൂടെ പറയാം, തിരുപ്പതി പോകുന്നവർക്കറിയാം, നമുക്ക് പാലും ബ്രെഡും ഒക്കെ തരും. പോണ വഴിക്ക് ഫുൾ TV-കളൊക്കെ ഉണ്ട്. അതിൽ തിരുപ്പതി ബാലാജിയുടെ കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. നമുക്ക് നമ്മുടെ അയ്യപ്പന്റെ ചരിത്രം, നമ്മുടെ വലിയൊരു മതസൗഹാർദ്ദത്തിന്റെയും അയ്യപ്പന്റെയും ബാബരുടെയും വെളുത്തിയുടെയും ചരിത്രമുണ്ട്, അയ്യപ്പന്റെ പന്തളത്തെ ചരിത്രമുണ്ട്, നമ്മുടെ ഒരുപാട് ശൈവരെയും വൈഷ്ണവരെയും ഒന്നിച്ച് ചരിത്രമുണ്ട്. ഇതെല്ലാം TV-യിലൂടെയും മറ്റും കാണിക്കാനും പോകുന്ന വഴി മുഴുവൻ TV സ്ഥാപിക്കാനും ഇതിനൊന്നും ഒരുപാട് കാശ് നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകില്ല. അപ്പൊ ഇതിനൊക്കെ സ്പോൺസർ ചെയ്യാനും ആൾക്കാരുണ്ടാവും. ഇതെല്ലാം വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുകയും ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്നൊന്നുമല്ല. അപ്പം ഇങ്ങനെ ഒരു ഫെസിലിറ്റേഷൻ അവിടെ ഉണ്ടെങ്കിൽ കുറ്റം പറയുകയല്ല, കൂടെ നിർത്തി കുറെ കൂടെ നന്നാക്കാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ നമുക്കിവിടെ മാജിക്കുകൾ കാണിക്കാനാവും, മിറാക്കിൾസ് അവിടെ കാണിക്കാനാവും.